ചെന്നിത്തല പറയുന്നത് കൂടുതൽ പറയിപ്പിക്കരുതെന്നാണ്. ആരോടാണ്? മുഖ്യമന്ത്രിയോട്. കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രി സ്ത്രീലമ്പടന്മാരെന്ന് വിളിച്ചതിൽ രമേശ് ചെന്നിത്തല കടുത്ത വിമർശനവുമായിട്ടാണ് രംഗത്തെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ പീഡന പരാതി 2 ആഴ്ച കയ്യിൽ വെച്ചിട്ടാണ് മുഖ്യമന്ത്രി വീമ്പ് പറയുന്നതെന്നും കൂടുതൽ പറയിപ്പിക്കരുതെന്നുമാണ് രമേശ് ചെന്നിത്തല രാവിലെ പത്രക്കാരെ കണ്ടപ്പോൾ പറഞ്ഞത്. കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചാൽ ജനം തള്ളിക്കളയുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇന്ന് രാവിലെ ധർമ്മടത്ത് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴായിരുന്നു പിണറായി ഇങ്ങനെ പറഞ്ഞത്. CPM-ലെ സ്ത്രീ ലംബടന്മാരെ ആദ്യം മുഖ്യമന്ത്രി നിലയ്ക്ക് നിർത്തട്ടെ എന്നും വീമ്പ് പറയുന്നതിന് പരിധിയുണ്ടെന്നും രമേശ് ചെന്നിത്തല തുറന്നടിച്ചു. സ്ത്രീ ലംബടന്മാർക്ക് ഉന്നത പദവി നൽകുന്നതാണ് CPM-ന്റെ ശീലം. PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി 2 ആഴ്ച കയ്യിൽ വെച്ച മുഖ്യമന്ത്രിയാണ് ഈ വർത്തമാനം പറയുന്നത്. വീമ്പ് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. രാഹുലിനെതിരെ 2ാം പരാതി രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് കോടതിയാണ് പരിശോധിക്കേണ്ടത്. സ്ത്രീ പീഡനം നടത്തിയവരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുക. മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്ത ആളിനെ കുറിച്ചുള്ള ഇനിയും എന്താണ് പറയേണ്ടത്? ഇനിയും പരാതി വരാനുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നത് സ്വന്തം പാർട്ടിക്കാരെ കുറിച്ചാണോ? ഞങ്ങളെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ ചെയ്ത അടക്കം എന്താണെന്നറിയാം. കേരളയിൽ നടക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് സ്വയം ബോധ്യപ്പെട്ടു. ആ മഞ്ഞക്കുറ്റി ഇനിയെങ്കിലും പിഴുതു കളയണം. എൻപിള്ള നയം എടുക്കുന്നത് ശരിയല്ല. സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ പരാതി അലമാരയിൽ വെച്ച് കൂട്ടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ശീലമെന്ന് രമേശ് ചെന്നിത്തല കണക്കിന് തുറന്നടിച്ചു. അതേസമയം മാങ്കൂട്ടത്തിനെതിരായ പരാതിക്കാരിയെ കൊന്നുകളയുമെന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളാണ് അടുത്തിടെ ഉണ്ടായതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കൊച്ചിയിൽ നടി പീഡനത്തിനിരയായ സംഭവത്തിൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ് എക്കാലവും നിലനിന്നിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇടതുമുന്നണി വലിയ ആത്മവിശ്വാസത്തോടെയാണ് പ്രവർത്തിച്ചത്. ഇന്ന് തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്. ജനങ്ങളിൽ നിന്ന് ഇടതുമുന്നണിക്ക് വലിയ തോതിലുള്ള പിന്തുണയാണ് ലഭിച്ചത്. ഇത് ചരിത്ര വിജയം സമ്മാനിക്കും. UDF-ന്റെ കേന്ദ്രങ്ങളെന്ന് സാധാരണ കണക്കാക്കുന്ന തദ്ദേശ സ്വയംഭരണ അതിർത്തികൾ ഇത്തവണ LDF-നെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. മികവാർന്ന വിജയത്തിലേക്ക് LDF കുതിക്കുന്ന കാഴ്ചയാണ് ഇനി ഉണ്ടാകുന്നത്. ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടായി. അതൊന്നും തെരഞ്ഞെടുപ്പിനെയോ വിജയത്തെയോ ബാധിക്കില്ല. സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ കൃത്യമായ നടപടികളാണ് എടുത്തിരിക്കുന്നത്. സർക്കാരിന്റെ നടപടികൾ വിശ്വാസികൾ അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളും ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായാലും രണ്ടുപേരും, മുഖ്യമന്ത്രി പറഞ്ഞതും രമേശ് ചെന്നിത്തല പറഞ്ഞതും പൊതുജനം കേട്ടു. ആര് പറഞ്ഞതാണ് ശരി, ആര് പറഞ്ഞതാണ് തെറ്റ് എന്നുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം.